അമിത്ഷാ നടത്തിയ പരാമർശങ്ങൾ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. എന്തൊക്കെയാണ് ഇന്നലെ ഭരണഘടനയുടെ 75-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ അവസാനത്തെ പ്രാസംഗികനായ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ഭീംറാവു ബാബാസാഹേബ് അംബേദ്കറിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ അംബേദ്കറെ അപമാനിക്കുന്നതിനും ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്നതിനും അതോടൊപ്പം തന്നെ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയുണ്ടായി. രാജ്യസഭയും ലോക്സഭയും സമ്മേളിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ബ്ലോക്കിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ ബ്ലോക്കിലെ എംപിമാർ പാർലമെൻറ്റിൻ്റെ മഗർ ദ്വാർ ഗേറ്റിൽ ഇന്ന് പ്രതിഷേധം നടത്തി. അംബേദ്കറുടെ ഛായാചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും അതോടൊപ്പം തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രക്ഷോഭം നടത്തിയത്, പ്രതിഷേധം നടത്തിയത്. അതിൽ ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ DMK ഉണ്ടായിരുന്നു, SP ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മറ്റ് കക്ഷികൾ ലെഫ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാ കക്ഷികളും ഉണ്ടായിരുന്നു. അതിനുശേഷം സഭ സമ്മേളിച്ചപ്പോൾ എല്ലാവരും അംബേദ്കറുടെ ഛായാചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക്സഭയിൽ അംബേദ്കറെ അപമാനിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ശ്രീ KC വേണുഗോപാൽ MPയും ഞാനും അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിൽ നോട്ടീസ് നൽകിയിരുന്നു. രാജ്യസഭയിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് നോട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്പീക്കർ ഞങ്ങളുടെ അടിയന്തര പ്രമേയം അംഗീകരിച്ചില്ല, അനുവദിച്ചില്ല. സഭ പെട്ടെന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തത്. സാധാരണ 11 മണിക്ക് സഭ നിർത്തിവെച്ചാൽ പിന്നെ 12 മണിക്കാണ് സമ്മേളിക്കുന്നത്. പക്ഷേ 12 മണിയും കഴിഞ്ഞ് 2 മണിക്കാണ് സഭ സമ്മേളിക്കാൻ വേണ്ടി ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. 2 മണിക്കും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. അംബേദ്കറുടെ പേരിൽ ഇന്ന് അംബേദ്കറെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് നടത്തിയ പരാമർശം പിൻവലിക്കണമെന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നതാണ്. തീർച്ചയായും ഇന്നലത്തെ അമിത്ഷായുടെ അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശം പുറത്തു വന്നതോടുകൂടി BJP എക്കാലത്തും ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർക്ക് എതിരാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ ഈ ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകിയതുകൊണ്ടാണ് ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ അവകാശങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കിയത് എന്നത് BJP ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അവരുടെ മനുസ്മൃതി പോലുള്ള ഭരണഘടന, മനുസ്മൃതി വിഭാവനം ചെയ്യുന്ന ഒരു ഭരണഘടന അംബേദ്കർ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അവർക്ക് അംബേദ്കറോട് വിരോധമോ എതിർപ്പോ ഉണ്ടാകില്ല. എന്നാൽ രാജ്യത്തെ മൊത്തത്തിലുള്ള താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന രാജ്യത്തിന് സംഭാവന ചെയ്ത ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറെ ഏതെല്ലാം തരത്തിൽ അപമാനിക്കാവുമോ അതെല്ലാം അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പാർട്ടിയാണ് BJP, അല്ലെങ്കിൽ ജനസംഘം, അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ. എന്നാൽ ഈ അടുത്ത കാലത്ത് മാത്രമാണ് അംബേദ്കറോട് BJPക്ക് താല്പര്യമുണ്ടായത്, അല്ലെങ്കിൽ അംബേദ്കറെക്കുറിച്ച് അവർ പുകഴ്ത്താൻ തുടങ്ങിയത്. അതൊരു വോട്ട് ബാങ്കിൻ്റെ ലക്ഷണമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഇപ്പോൾ അംബേദ്കറെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നുവെങ്കിലും ഈ ഇന്ത്യ രാജ്യത്ത് അംബേദ്കറെക്കെതിരായും അംബേദ്കറുടെ പ്രതിമ എവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെ ചെരുപ്പുമാല അണിയിക്കുകയും ആ പ്രതിമകളെ തകർക്കുകയും അതിൽ ചാണകവും കോരി ഒഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് സംഘപരിവാറിൻ്റെ ആളുകളാണ്. അതിന് കാരണം അംബേദ്കറെ അപമാനിക്കുക എന്നുള്ളതാണ്. ഭരണഘടന സൃഷ്ടിച്ച അംബേദ്കറെ, അതുപോലെ ബുദ്ധമതത്തിലേക്ക് മാറിയ അംബേദ്കറെ ഏതു വിധേനയും അപമാനിക്കുക എന്നുള്ളതായിരുന്നു BJPയുടെയും അവരുടെ മുൻകാല സംഘടനകളായ ജനസംഘത്തിൻ്റെയും അതുപോലെ തന്നെ RSSൻ്റെയൊക്കെ സംഘപരിവാർ സംഘടനകളും മുന്നോട്ട് വന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളുടെ വോട്ടുകൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അവർ അംബേദ്കറെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. അംബേദ്കറെക്കുറിച്ച് ഇപ്പോൾ അംബേദ്കറെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. എന്നാൽ ഈ ഭരണഘടനയുടെ 75-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അമിത്ഷാ നടത്തിയ പരാമർശങ്ങൾ, ബാബാസാഹേബ് അംബേദ്കറെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ, അതിലൂടെ BJPയുടെ തനിനിറം പുറത്തു വന്നിരിക്കുന്നു എന്നാണ്. നെഹ്റുവും തമ്മിൽ രമ്യതയിലായിരുന്നില്ല എന്നുള്ള ഒരു പോയിന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാനാണ് BJP ശ്രമിക്കുന്നത്. അത് കോൺഗ്രസിന് തിരിച്ചടിയല്ല? ഒരു തിരിച്ചടിയില്ല. കാരണം
അംബേദ്കറും നെഹ്റുവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അംബേദ്കറും പട്ടേലുമായിട്ട് നെഹ്റു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗാന്ധിജിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതൊരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. അതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അംബേദ്കറും നെഹ്റുവും തമ്മിൽ ബദ്ധശത്രുക്കളാണ് ആയിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന് പഴയകാലം അവർ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളും നടപടിക്രമങ്ങളൊക്കെ എടുത്ത് ചൂണ്ടിക്കൊണ്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും BJP കോൺഗ്രസിനെ നേരിട്ടത്. പക്ഷേ അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു പുതിയ കാര്യമല്ല, അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അംബേദ്കറും നെഹ്റുവും തമ്മിൽ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതൊരു പുതിയ കാര്യമല്ല, അത് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അത് മാധ്യമങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്, അത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അംബേദ്കറും നെഹ്റുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന കാരണം പൊക്കിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ ആക്രമിക്കാൻ വന്നാൽ അത് ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയുള്ളൂ. അല്പസമയം മുമ്പ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് തന്നെയായിരിക്കും 2 മണിക്ക് സമ്മേളിക്കുമ്പോഴുള്ള പ്രതിഷേധവും? അല്ല, തീർച്ചയായും ഞങ്ങൾ 2 മണിക്ക് വീണ്ടും പ്രതിഷേധം ഉയർത്തുന്നു. രാജ്യസഭയിൽ എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് എന്താണ് പറഞ്ഞതെന്നറിയില്ല. എന്തായാലും ഞങ്ങൾ 2 മണിക്ക് വീണ്ടും സഭ സമ്മേളിക്കുമ്പോൾ അതിശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ നമ്മുടെ സഭയോട് മാത്രമല്ല രാജ്യത്തോട് തന്നെ മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ലോക്സഭയിൽ ഉന്നയിച്ചത്. കോൺഗ്രസ് പ്രസിഡന്റ് അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമായി മാറും.